തിരുവനന്തപുരം വർക്കലയിൽ ലഹരി ഉപയോഗിച്ച ശേഷം സ്കൂളിലെത്തിയ 18-കാരൻ ഹെഡ്മാസ്റ്ററെ മർദ്ദിച്ചതായി പരാതി. തോമസ് യു പി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ജെ അൻസലാം ഹിലാരിയക്കാണ് മർദ്ദനമേറ്റ് പരിക്കേറ്റത്. 18-കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. സ്കൂളിന്റെ വാതിലും ജനലും ചവിട്ടിത്തുറക്കാൻ ശ്രമിച്ച ശേഷം പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലും യുവാവ് തകർത്തു. വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ ബാഗുകൾ ബലം പ്രയോഗിച്ച് പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ആക്രമിച്ചതെന്ന് ഹെഡ്മാസ്റ്റർ പറഞ്ഞു. ലഹരിയുടെ തരത്തിൽ ബോധമില്ലാതെ സ്കൂളിന്റെ ഭാഗങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് അവനെ പറഞ്ഞു വിട്ടു, 2 തവണ പറഞ്ഞു വിട്ടു. മൂന്നാമത് നമ്മുടെ സ്കൂൾ വിടുന്ന സമയത്ത് വണ്ടിയിൽ കുട്ടികൾ കയറിയതിന് ശേഷം ഇവൻ ഓടി വന്ന് ആ കാറിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും അതിൻ്റെ അകത്തിരുന്ന പിള്ളേരുടെ ബാഗുകൾ വലിച്ചു പിടിക്കാൻ നോക്കുകയും ചെയ്തു. ഇത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് ഞാനും അതിനുമായിട്ട് ഉപദ്രവിച്ച് എന്നെ കുറച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ട് പിള്ളേരെല്ലാം പേടിച്ച് എല്ലാവരും സ്കൂളിനകത്തേക്ക് കയറി സ്കൂളിൻ്റെ വാതിലെല്ലാം അങ്ങ് അടച്ചു. അപ്പോഴത്തേക്ക് ഈ സ്കൂളിൻ്റെ ഓരോ ജനലും വാതിലും വന്ന് ചവിട്ടി തുറക്കാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ നേരം സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. യുവാവ് ലഹരിക്കടിമയാണെന്നും സ്കൂൾ പരിസരത്ത് ലഹരി ഉപയോഗം വ്യാപകമായതിനാൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശാരീരികമായിട്ട് ഒത്തിരി ഉപദ്രവം നേരിട്ടുണ്ട്. അപ്പം ഈ മയക്കുമരുന്നും ഇതുപോലുള്ള ലഹരിക്ക് പുള്ളി ബോധാവസ്ഥയിലല്ല, എവിടെയാണ് വന്നതെന്ന് തിരിച്ചറിയ പോലും ഇല്ലാതെ കുട്ടികളെ കയറ്റിയ വാഹനം ഇടിച്ച് ഗ്ലാസ് പൊട്ടിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്കൂളിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അത് തടയാനായിട്ട് ചെന്ന ഈ പാവ മനുഷ്യനെയാണ് ഉപദ്രവിച്ചത്. ഈ സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇതുപോലെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ശീലമുണ്ട്. പോലീസിന്റെ ശ്രദ്ധ ആ ഭാഗത്ത് കൂടുതൽ ഉണ്ടാവണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.